ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. തിരുവിൽവാമല ഗ്രാമപഞ്ചായത്തിൽ പൂക്കൃഷി വ്യാപനം എന്ന പദ്ധതിയിലൂടെ ഒന്നാം ഘട്ട ചെണ്ടുമല്ലി തൈക്കളുടെ വിതരണോദ്ഘാടനം നടന്നു. തിരുവല്ലാമല കൃഷിഭവൻ ജനകീയ ആസൂത്രണം 2025-26 സാമ്പത്തിക വർഷത്തിലെ പൂക്കൃഷി വ്യാപനം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഒന്നാം ഘട്ട ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ നിർവഹിച്ചു. കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂക്കൃഷി അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ കുറച്ച് ദിവസം 2 ആഴ്ചയുടെ വ്യത്യാസം വന്നു. അതുകൊണ്ട് തന്നെ അത്തം തൊട്ട് കൊടുക്കാൻ പൂർണ്ണമായിട്ട് അങ്ങനെ കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ നമ്മളെ പദ്ധതി തുടങ്ങി. അതിന് എഫർട്ട് എടുത്ത കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരോടും ഓഫീസറോടൊക്കെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു അഭിപ്രായം കണ്ടുകൊണ്ട് തന്നെ ഓഫീസറും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ തന്നെ ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പൂക്കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. കൃഷി ഓഫീസർ MC വിവേക് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പിന്നെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതി 2025-26 ആദ്യത്തെ പരിപാടിയാണ് നമ്മുടെ ചെണ്ടുമല്ലി തൈകളുടെ ഓണം ലക്ഷ്യമാക്കിയിട്ടുള്ള ചെണ്ടുമല്ലി വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തത് വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഓണം കഴിഞ്ഞിട്ടും പൂക്കൾ പൂത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ മാർക്കറ്റിൽ മുഴുവനായിട്ട് നമുക്ക് ആ നല്ല വിലയ്ക്ക് കൊടുക്കാനും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് മുൻകൂട്ടി കണ്ട് കുറച്ചുകൂടി നേരത്തെ നമുക്ക് കറക്റ്റ് ഒരു 3 മാസത്തിൽ അധികം സമയമുണ്ട്. അപ്പോൾ ശരിക്കും ഇത് 60 ദിവസം 45 ദിവസത്തിന് ശേഷം പൂത്ത് തുടങ്ങും. പിന്നെ 60 ദിവസത്തോടെ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഘടകം ഒരു 10,000 തൈകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 10,000 തൈകൾ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ നമ്മൾ ഈ പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് 2 ദിവസം സംസാരിക്കണം. CCB ന്യൂസ് തിരുവല്ലാമല.